ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടവും അതിലെ കുറച്ച് കാര്യങ്ങളും വിളവെടുപ്പും ഒക്കെയാണ് കാണിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് നമ്മൾ ചെയ്യുന്ന കൃഷികളും അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചെറിയ രീതിയിൽ ഒരു കൃഷിത്തോപ്പാണ് ഇത്. നമ്മൾ ഫ്രണ്ട് കയറി വരുന്ന സ്ഥലം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വള്ളികളായിട്ട് പോകുന്ന രീതിയിലുള്ള എല്ലാ കൃഷിയും അവിടെ വെച്ച് കൊടുത്തത്. ആദ്യം തന്നെ ചെറിയ രീതിയിൽ ഒരു തട എടുത്ത് അതിലാണ് നമ്മൾ മുളപ്പിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഹെൽത്തി ആകുമ്പോൾ ഒരു 2-3 ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ അത്യാവശ്യം ഇതാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് കയ്പ്പയ്ക്കാണ് ഉള്ളത്. കയ്പ്പ 2 രീതിയിലുള്ളതുണ്ട്. വൈറ്റ് കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ളതും ഉണ്ട്. അതേപോലെ നമുക്ക് വേറെ പീച്ചിങ്ങ ഉണ്ട്. പീച്ചിങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പീച്ചിങ്ങ തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാട്ടോ. അതേപോലെ പിന്നെ ഒരുപാട് വള്ളികളായി വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പടവലമുണ്ട്, അതേപോലെ ചുരങ്ങ ഉണ്ട്, പിന്നെ നമ്മുടെ നല്ല കക്കിരികളുണ്ട്. 2 ടൈപ്പ് കക്കിരിയും വെച്ചിട്ടുണ്ട്, വൈറ്റും ഉണ്ട് ഗ്രീനും ഉണ്ട് കേട്ടോ. അങ്ങനെ വള്ളികളായിട്ട് നമുക്കിങ്ങനെ ഒരു പന്തൽ പോലെ സെറ്റ് ചെയ്താൽ നല്ല രസവുമായിരിക്കും കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നു പോകാനും ഒക്കെ നല്ല ഫീലാണ്. ഇതാ വൈറ്റ് കക്കിരി ഉണ്ട്, അതേപോലെ ഗ്രീനും ഉണ്ട് കേട്ടോ. വൈറ്റാണ് കൂടുതലായിട്ടുള്ളത്, ഗ്രീനും ഉണ്ട്. അങ്ങനെ നമ്മൾ വള്ളികളായിട്ടുള്ള ഒരു പന്തൽ വെച്ചൊക്കെ നല്ല ഹൈറ്റിലൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ല രസത്തിൽ നമുക്ക് കാണാനും ഭംഗിയായിരിക്കും. പിന്നെ ഉള്ളത് ഈ പയറാണ്. പയറിൻ്റെത് ഒരു വേലി പോലെ 2-3 സ്ഥലത്തായിട്ട് വെച്ച് കൊടുത്താണ്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഒരു പാസേജൊക്കെ ഉള്ള പോലെ. പയറും ഒരു മോഡലല്ല കേട്ടോ ഉള്ളത്, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. പിന്നെ പച്ചമുളക് വെച്ചിട്ടുണ്ട്, നീണ്ട പച്ചമുളക്. കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ കുറച്ചായിട്ടാണ് വെച്ചത്. പിന്നെ വെച്ചത് നമ്മുടെ ക്യാബേജ് ഉണ്ട്. ക്യാബേജൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ക്യാബേജ് പറിച്ചിട്ടില്ല, കോളിഫ്ലവർ പറിച്ചു, അതൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചീരയുടെ ഒക്കെ ടൈം ഒരുവിധം കഴിഞ്ഞു, നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട്. ചീരയൊക്കെ പറിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വേറെ വെണ്ടയും കഴിഞ്ഞു. വെണ്ടയും ഒരുവിധം അതിൻ്റെ ജീവൻ കഴിഞ്ഞതാണ്. പിന്നുള്ളത് നമ്മുടെ വഴുതന നല്ല പോലെ ഇപ്പം ഉണ്ടായിട്ടുണ്ട്, നല്ല പോലെ ഉണ്ട്. വഴുതന ഗ്രീൻ കളറിലുള്ളതായിട്ടുള്ളത് അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ നല്ല രസത്തിൽ കൃഷി ചെയ്യുകയും ചെയ്യുക, അത് പറിച്ചെടുക്കുന്നതൊക്കെ നല്ലൊരു ഫീലാണ്. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കപ്പാണ്. കപ്പ ഒരു പ്രാവശ്യം നമ്മൾ പറിച്ച് 2ാമത് വെച്ചതിനാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ നല്ലപോലെ വിളവെടുത്തിട്ടുണ്ട്. പിന്നെ പയറൊക്കെ നല്ല രസമാണ്. ഇങ്ങനെയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്താലും എങ്ങനെ സെറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. പിന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ഷോപ്പ് കൊടുക്കാനും ഉണ്ടാവും, അതേപോലെ നമുക്ക് എടുക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ മത്തനുണ്ട് നല്ലപോലെ. മത്തൻ്റെയൊക്കെ ഇല തന്നെ എടുത്തിട്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. തോരൻ പോലെ വെക്കാവുന്നതാണ്. പിന്നെ കപ്പ നല്ലപോലെ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമുക്ക് കുറച്ച് കുറച്ച് സംരക്ഷണമൊക്കെ കൊടുത്താൽ നല്ലപോലെ ഉണ്ടാവും. ഇത് അടുത്ത പ്രാവശ്യത്തേക്ക് ചീരൻ്റെ നമ്മളത് കഴിഞ്ഞു വന്നപ്പം ഗ്രീനും റെഡും നമ്മൾ ചീര വിത്ത് പാകി വെച്ചതാണ്. ഇതൊന്ന് വലുതായിട്ട് വേണം മാറ്റി കുഴിച്ചിട്ടാണ്. പിന്നെ ഇത് മുറ്റത്തൊക്കെ വെച്ച തക്കാളികളൊക്കെ കേട്ടോ. തക്കാളി അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെടിക്ക് ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ മണ്ണിൻ്റെ അടിയൊന്ന് മാന്തി ഇട്ടിരുന്നു, അതുകൊണ്ടാണ് അതൊന്ന് റെഡിയാക്കി വരാനുണ്ട്. തക്കാളി അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് മുറ്റത്തുള്ള പച്ചമുളകാണ്. ഇതൊക്കെ പൂവിട്ടിട്ടേ ഉള്ളൂ, ഉണ്ടായി വരുന്നില്ല. പിന്നെ ഇത് തിപ്പല്ലി പറയുന്നൊരു സാധനം കേട്ടോ. നമ്മൾ ഒരു ആയുർവേദിക് മെഡിസിനാണ്. നമുക്ക് അത് ഉണക്കിയിട്ട് നല്ലപോലെ നമുക്ക് ആവി പിടിക്കുമൊക്കെ ഇട്ടാൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ചാമ്പക്ക ഉണ്ട് നല്ലപോലെ. ചാമ്പക്ക ഒരുപാട് പറിച്ചു, ഇത് തീരാറായി. ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇത് കോവയ്ക്കേണ്ടതാട്ടോ. കോവയ്ക്ക ഒരു വല ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ നല്ലപോലെ പടർത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും, തണൽ പോലെ ഉണ്ടാവും. ഇതുപോലൊരു വല ഇട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറ്റി കൊടുത്താൽ മതി. ഇതിനൊന്നും ഒരു പണിയില്ല. നമുക്ക് കോവയ്ക്കന്നെ ഒരു തണ്ട് കിട്ടിയാൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല പോലെ അങ്ങ് ഉണ്ടായിക്കോളും. പിന്നെ ഇതാണ് മുള്ളൻ ചക്ക. ഇത് അത്യാവശ്യം ഫേമസ് ആണ്, നല്ല പോലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്, ക്യാൻസറിന് വരെ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ ഇത് സപ്പോട്ട ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. സപ്പോട്ട മൂത്തിട്ടുണ്ടോ നോക്കി ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഈ മുള്ള് പോലെ ഉണ്ടാവും, അതൊന്ന് തട്ടി നോക്കുക. അത് പോകുന്നില്ലെങ്കിൽ മൂത്തിണ്ടാവില്ല, പാകമായതിൻ്റെ മുള്ളങ്ങ് പോവും. അത് പിന്നെ ഒരുപാട് വീട്ടിലുള്ള കൃഷികളായതൊക്കെ കേട്ടോ. കുരുമുളകും പപ്പായയും പിന്നെ വാഴ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേമ്പാണിത്. പിന്നെ മാവുണ്ട്, പൂക്കാത്ത മാവാണ്. പിന്നെ ബുഷ് ഓറഞ്ച് ഉണ്ട്. ബുഷ് ഓറഞ്ചും ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ, ചെറിയതാണ്. അത് എപ്പോഴും ഉണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കാം, നമ്മളിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇരുമ്പമ്പുളിയാണിത്. ഇതും ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, കുറച്ചുകൂടി ആവാനുണ്ട്. പിന്നെ ഇത് ചായമൻസിൽ അഥവാ മെക്സിക്കൻ ചീര എന്നൊക്കെ പറയുന്നത്, ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും ഒരുപാടുണ്ട്. പിന്നെ ചേമ്പുണ്ട്. പിന്നെന്തായിരുന്നു, നല്ലപോലെ കൈത ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പച്ചക്കറികളൊക്കെ അവിടെ ഇവിടെ സ്ഥലമുള്ളിടത്തിലൊക്കെ നട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറിച്ചെടുത്തത് കേട്ടോ. ഇന്ന് പോയപ്പോൾ പറിച്ചത്. അത്യാവശ്യം നല്ലപോലെ നമുക്ക് കിട്ടാറുണ്ട്, വിളവെടുക്കാൻ കിട്ടാറുണ്ട്. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റും. പിന്നെന്താണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.